നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ. എപ്പോഴും വാർത്ത ചെയ്യുമ്പോഴും ബ്ലോഗ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചില സന്തോഷമുണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് അത്ര സന്തോഷത്തിലല്ല. കാരണം അടിക്കടി ഉണ്ടാകുന്ന ചില മനസ്സിനെ വിഷമിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് ഈ അടുത്ത കാലത്തായി വളരെ റീസെൻ്റായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കാണുന്നതുമൊക്കെ. ഇതൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ മലയാളികളോട്, ഇന്ത്യക്കാർക്ക് തന്നെ, അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യക്കാർക്ക് ദക്ഷിണേന്ത്യക്കാരോട് ഉത്തരേന്ത്യക്കാർക്ക് ഒരു ചെറിയ ചൊറിച്ചിൽ പണ്ടേ ഉണ്ട് എന്നത് പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്. സഞ്ചാരികൾക്ക് ഒരുപക്ഷെ അത് ഫീൽ ചെയ്തു. നമ്മൾക്ക് അപ്പോൾ സഞ്ചാരികൾക്കൊക്കെ ഒരു പരിധി പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കാം. എല്ലാവരും അങ്ങനെയല്ല. എങ്കിലും ഈ കഴിഞ്ഞ ഒരു ആത്മഹത്യ, റോയിയുടെ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് MDയുടെ മരണം ഒരുപാട് സംശയത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജൻ പിള്ള, ബിസ്ക്കറ്റ് മുതലാളി ബ്രിട്ടാനിയ, അതുപോലെ തഖിയുദ്ദീൻ വാഹിദ്, അങ്ങനെ വളരെ പ്രഗത്ഭരും പ്രശസ്തരും ധനികരും കോർപ്പറേറ്റുകളുമായ ഒരുപാട് മലയാളികൾ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ആത്മഹത്യക്ക് ഇരയാകുന്നു എന്നത് വേദനാജനകമാണ്. മലയാളികൾ ഉയർന്നു വരുന്നതിനോട് ചിലപ്പോൾ മലയാളികൾക്ക് തന്നെ അസൂയ ഉണ്ടായേക്കാം. എന്തായാലും ഈ പ്രവണത മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ലോകം മുഴുവൻ, ഇന്ത്യയിലെന്നല്ല, നമ്മുടെ കേരള സംസ്ഥാനത്തിൽ നിന്നല്ല, ലോകം മുഴുവൻ ഒരു അരക്ഷിതാവസ്ഥയാണ്. എന്താണെന്നറിയില്ല. നമ്മൾ പല മതവിശ്വാസങ്ങളിലും പല മതങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. എങ്കിലും പറയാതെ വയ്യ, നമ്മൾ കലികാലത്തിലാണോ അന്ത്യകാലത്തിലാണോ എന്നൊക്കെ തോന്നിപ്പോണ്ട്. ഇങ്ങനൊരു വ്ളോഗ് ചെയ്യേണ്ടി വന്നതിൽ ചെറിയ വിഷമമുണ്ട്. ഇത് എത്ര പേർ ഈ വ്ളോഗ് അല്ലെങ്കിൽ ഈ വാർത്ത കാണും എന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞത് പോയതേ ഉള്ളൂ. എന്തിനാണ് നമ്മുടെ ഭിന്നതയും ശത്രുതയും ഈ ആത്മഹത്യയൊക്കെ? ഇതിനൊരു പരിഹാരം വേണ്ടേ? എന്തായാലും നാളത്തെ പ്രഭാതം, ഇനിയുള്ള കാലം, ഇനിയുള്ള പ്രഭാതങ്ങൾ നല്ല വാർത്തകളുമായി മുന്നിലെത്താൻ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നല്ല വിശേഷങ്ങളുമായി കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം മാത്രമല്ല, നല്ലൊരു ജീവിതവും ആശംസിക്കുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. അതുവരെ ഷാഹി ഫിക്ട് ഡേ. സി ഓഫ്.